ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൂഖദു മിൻ ഷജറത്തിൻ മുബാറകത്തിൻ സൈതൂനത്തിൻ ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യ. ആ വിളക്ക് കത്തിക്കപ്പെടുന്നത് യൂഖദു മിൻ ഷജറത്തിൻ മുബാറക, ബർക്കത്തുള്ള മരത്തിൽ നിന്നാണ്, അനുഗ്രഹീതമായ മരത്തിൽ നിന്നാണ് ആ വിളക്ക് കത്തിക്കപ്പെടുന്നത്. അതായത് സൈതൂന, ഒലിവ് മരത്തിൽ നിന്നാണ്, ഒലിവ് ഓയിൽ കൊണ്ടാണ് ആ വിളക്ക് കത്തിക്കപ്പെടുന്നത്. ആ മരം ഒലിവ് ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യ, അത് പാശ്ചാത്യമല്ല, അത് പൗരസ്ത്യവുമല്ല, അത് കിഴക്കുള്ളതല്ല, അത് പടിഞ്ഞാറുള്ളതുമല്ല. ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യ, അത് ഭൂമിയിലുള്ളതല്ല, അത് ഭൗമേതരമാണ്. അതിൻ്റെ ആ ബർക്കത്തുള്ള മരത്തിൻ്റെ എണ്ണയാണ് ഈ വിളക്ക് കത്തിക്കാൻ ഉപയോഗിക്കുന്നത്. സുഹൃത്തുക്കളെ, മാളത്തിൽ, വിളക്ക് മാടത്തിൽ അല്ലെങ്കിൽ പൊത്തിനകത്തുള്ള വിളക്ക്, ആ മിസ്ബാഹ്, ആ വിളക്കിരിക്കുന്നത് ഒരു ഗ്ലാസിനകത്ത്, സ്ഫടികത്തിനകത്ത്. ആ സ്ഫടികം തന്നെ പ്രകാശിക്കുന്ന നക്ഷത്രം പോലെ. ആ വിളക്കോ മുന്തിയ തരം ഓയിൽ കൊണ്ടാണ് കത്തിക്കപ്പെടുന്നത്. പാശ്ചാത്യമോ പൗരസ്ത്യമോ അല്ലാത്ത ഏറ്റവും ബർക്കത്തുള്ള മരത്തിന്റെ എണ്ണ സൈത്തൂൻ. അല്പം വിശദീകരിക്കേണ്ടതുണ്ട്. അള്ളാഹു സത്യം ചെയ്ത പദാർത്ഥമാണ് സൈത്തൂൻ. വത്തീനി വസ്സൈത്തൂൻ, അത്തിപ്പഴത്തെ തന്നെയാണ് സത്യം, ഒലിവ് മരത്തെ തന്നെയാണ് സത്യം. രണ്ടും തിന്നാം. ഹബീബായ മുത്ത് പറയുന്നു, കുലൂ മിനസ്സൈത്ത്, കുലുസ്സൈത, നിങ്ങൾ സൈത്ത് ഭക്ഷിച്ചോ, വദ്ദഹിനൂ ബി, അത് തേച്ച് നിങ്ങൾ ഉപയോഗിച്ചു കൊള്ളണം. സൈത്തൂനിനെ ദുഹാനാക്കി, എണ്ണയാക്കി നിങ്ങളുടെ ശരീരത്ത് നിങ്ങൾ തേച്ചു പിടിപ്പിക്കണം. ഫഇന്നഹു മിൻ ഷജറത്തിൻ മുബാറക, അത് ബർക്കത്തുള്ള മരത്തിന്റെ ഉൽപ്പന്നമാണ്. കണ്ടോ? ഇനി നമുക്ക് ആ എണ്ണയെ പറ്റി ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞ കുറെ യാഥാർത്ഥ്യങ്ങളുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുകയാണ്, എല്ലാവരും ബക്കറ്റിൽ കഴിയും പോലെ ചില്ലറയിടി, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുകയാണ്, അത് ഒരേ സമയം ഇദാമാണ്, ഒരേ സമയം ദുഹാനാണ്. വിളക്ക് കത്തിക്കാൻ അത് ഉപയോഗിക്കുന്നു, ഒരേ സമയം അത് കറിയായി ഉപയോഗിക്കുന്നു. ഒരു കറിയുമില്ലെങ്കിൽ അറബികൾ ഒലിവ് ഓയിൽ മുക്കിയാണ് ചപ്പാത്തി കഴിക്കാറ്. ഭക്ഷണ പദാർത്ഥങ്ങൾ മേക്ക് ചെയ്യാൻ ആ എണ്ണ ഉപയോഗിക്കും. തീർന്നില്ല, ഈ മരത്തിന്റെ എല്ലാ ഭാഗവും ഉപയോഗമുള്ളതാണ്, ഉപയോഗപ്രദമാണ്. എന്നിട്ട് ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുകയാണ്, അവ്വലു ഷജറത്തിൻ നബതത് ഫിദ് ദുനിയാ, ഈ ഭൂമി ഗോളമായി രൂപപ്പെട്ട ഉടനെ ഭൂമിയിൽ ആദ്യമായി മുളച്ച സസ്യമാണത്. വഅവ്വലു ഷജറത്തിൻ നബതത് ബഅദ തൂഫാൻ, നൂഹ് നബിയുടെ കാലത്തുണ്ടായ പ്രളയത്തിന് ശേഷം ആദ്യമായി ഭൂമിയിൽ മുളച്ചു പൊന്തിയതും സൈത്തൂനാണ്. തീർന്നില്ല, നബതത് ഫീ മനാസിലിൽ അംബിയാ വൽ അർളിൽ മുഖദ്ദസ, ഇത് മുളയ്ക്കുന്നത് പ്രവാചകന്മാരുടെ കാൽപാദം പറ്റിയ സ്ഥലത്താണ്, കാലടികൾ സ്പർശിച്ച സ്ഥലത്താണ്. വൽ അർളിൽ മുഖദ്ദസ, പരിശുദ്ധമായ നാടുകളിലാണ് സൈത്തൂൻ, ഒലിവുണ്ടാകുന്നത്. തീർന്നില്ല, വദഅലഹാ 70 നബിയൻ, 70 പ്രവാചകന്മാര് ഈ ഒലിവിന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. മിൻഹും ഇബ്രാഹിം വമിൻഹും മുഹമ്മദ്, ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഹബീബായ മുത്തും ദുആ ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ അവിടുത്തെ ജീവിതത്തിൽ 2 വട്ടം സൈത്തൂനിന് വേണ്ടി ദുആ ചെയ്തു. അല്ലാഹുമ്മ ബാരിക് ഫി സൈതി വസ്സൈത്തൂൻ, അല്ലാഹുവേ നീ സൈത്തിലും സൈത്തൂനിലും ബർക്കത്ത് ചെയ്യണേ. സൈത്തിലും സൈത്തൂനിലും, സൈത്ത് തരുന്ന എണ്ണയാണ് സൈത്തൂൻ.
അത് 2 നിറത്തിൽ കാണാം. ഒലിവ് മരം കണ്ടിട്ടുണ്ടോ? ഇവിടെ ഇരുന്നാ കാണുമോ? 1,00,000 രൂപ മുടക്കി ഒന്ന് പരിശുദ്ധ നാടുകളൊക്കെ അർദുൽ മുഖദ്ദസ ഒന്ന് കാണാൻ പോ. ഹോളി ലാൻഡ്സ്, ബൈത്തുൽ മുഖദ്ദസും ഈജിപ്തും ഒക്കെ ഒന്ന് കാണാൻ പോ. ബൈത്തുൽ മുഖദ്ദസ് തന്നെ ഇരിക്കുന്നത് 40 ഏക്കർ സ്ഥലത്താണ്. 40 ഏക്കർ ഭൂമിയുടെ നടുക്കാണ് ബൈത്തുൽ മുഖദ്ദസ, നമ്മുടെ ഒന്നാമത്തെ ഖിബില. ആ പള്ളിക്ക് ചുറ്റിലും നിങ്ങൾക്ക് നല്ല തണുത്ത കാറ്റ് തരും. ഒലിവിന്റെ മരങ്ങളാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. അള്ളാഹു കാണാൻ തൗഫീക്ക് നൽകട്ടെ. അള്ളാഹുവിന്റെ ഭവനം പരിശുദ്ധ കഅബ കണ്ടു കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഒന്നാമത്തെ ഖിബില കാണാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ. വലിയ ശക്തിയൊന്നും ഇല്ല. ഉസ്താദ് എന്താണോ ഈ പറയുന്നത്? ഉസ്താദ് എന്താണോ? എന്നാ ഒന്ന് പോയാലുണ്ടല്ലോ, ഞാൻ ഒന്ന് പോയി 2ാമത് പോകാൻ ഞാൻ വല്ലാണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം 1ാമത്തെ പോക്കൊരു പെട്ടെന്നായിരുന്നു. ഒരു 15 ദിവസം കിട്ടിയ റാഹത്ത, 12 ദിവസമേ കിട്ടിയുള്ളൂ. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടി പോകണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. സുഹൃത്തുക്കളെ, എല്ലാ ഭാഗത്തും മുളയ്ക്കുന്ന മരമല്ല ഇത്. പ്രവാചകന്മാരുടെ കാൽപാദം പതിഞ്ഞ പരിശുദ്ധമായ ഹോളി ലാൻഡ്സിൽ മുളയ്ക്കുന്ന മരമാണ് സൈത്തൂൻ. അതിനുവേണ്ടി 70 നബിമാര് ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും അത് വാങ്ങണം. അത് വാങ്ങിച്ച് സ്കിൻ രോഗങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റാ. സ്കിൻ രോഗങ്ങൾ, എനിക്കറിയാം ഒരാളെ, അദ്ദേഹത്തിന്റെ ദേഹത്ത് മുഴുവനും സ്കിന്ന് പൊട്ടിപ്പൊളിഞ്ഞ് പൊരിഞ്ചു പോലെ വന്നു. അദ്ദേഹത്തോട് ഞാൻ ഈ ഒലിവ് ഓയിൽ ഉപയോഗിക്കാൻ പറഞ്ഞു. ഒലിവ് ഓയിൽ 3 കുപ്പി 2 കുപ്പി തേച്ചു. 3ാമത്തെ കുപ്പി ഉപയോഗിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ സ്കിൻ പൂർവാവസ്ഥയിലെത്തി. ആരോഗ്യവാനായി അദ്ദേഹം റാഹത്തായിട്ട് മരണപ്പെട്ടു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കുലു സൈത വദ്ദഹിനു ബി ഫഇന്നഹു മിൻ ഷജറത്തിൻ മുബാറക. പറഞ്ഞ എല്ലാ ഹദീസും മറന്നാലും ഈ ഹദീസ് മറക്കരുത്. നിങ്ങൾ സൈത്തൂൻ ഭക്ഷിച്ചോ, അത് തേച്ച് നിങ്ങൾ കുളിക്കുകയോ എന്തെങ്കിലും നിങ്ങൾ അതിനെ ദേഹത്ത് പുരട്ടിക്കോ. കാരണം അത് ബർക്കത്തുള്ള മരത്തിന്റെ എണ്ണയാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഈ വിളക്ക് കത്തിക്കുന്ന ഇന്ധനം എന്താ? അള്ളാഹു പറയുന്നു, യൂഖദു മിൻ ഷജറത്തിൻ മുബാറകത്തിൻ സൈതൂനത്തിൻ ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യ. കിഴക്കോ പടിഞ്ഞാറോ അല്ലാത്ത, പാശ്ചാത്യമോ പൗരസ്ത്യമോ അല്ലാത്ത, തികച്ചും ഭൗമേതരമായ അനുഗ്രഹീതമായ ഒരു മരത്തിന്റെ എണ്ണ കൊണ്ടാണ് ഈ വിളക്ക് കത്തിക്കപ്പെടുന്നത്. ഇനി ആ എണ്ണയെ പറ്റി അള്ളാഹു പറയുന്നത് കേട്ടോ. ആ എണ്ണ തന്നെ, ഒലിവ് ഓയിൽ തന്നെ, യുളീഉ അത് പ്രകാശിക്കുന്നു. വലൗലം തംസസുഹു നാർ, അതിൽ തീ സ്പർശിച്ചില്ലെങ്കിലും, അതിനെ തീ തൊടുന്നതിനു മുമ്പ് തന്നെ അതിങ്ങനെ പ്രകാശിക്കുകയാണ്. വലൗലം തംസസുഹു നാർ നൂറുൻ അലാ നൂർ, പ്രകാശത്തിന്റെ മേൽ പ്രകാശം. നൂറുൻ അലാ നൂർ. ആ പ്രകാശം ആർക്ക് കിട്ടും? യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ, അവന്റെ പ്രകാശത്തിലേക്ക് അവൻ ഹിദായത്ത് നൽകും, മാർഗദർശനം നൽകും. അവൻ ഇച്ഛിക്കുന്നവർക്ക്, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക്. അള്ളാഹു അവന്റെ പ്രകാശത്തിലേക്ക് നമുക്കെല്ലാം മാർഗദർശനം അള്ളാഹു നൽകട്ടെ. അള്ളാഹുവിന്റെ പ്രകാശത്തിന്റെ എക്സാമ്പിളാണിത്. ഇതിനെ അള്ളാഹു ഉദാഹരിച്ചിരിക്കുന്നത്, സുഹൃത്തുക്കളെ, മുഫസ്സിറുകൾ പല അഭിപ്രായങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരഭിപ്രായം, സഹോദരന്മാരെ, ഈ മിഷ്കാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഒരു മുഅ്മിനിന്റെ നെഞ്ചാണ്. വിളക്ക് അവന്റെ ഖൽബാണ്. വിളക്ക് അവന്റെ ഹൃദയമാണ്. ഹൃദയം ഇരിക്കുന്നത് വാരിയെല്ലുകൾ കൊണ്ടുണ്ടാക്കിയ മിഷ്കാത്തിനകത്താണ്. ശരിയല്ലേ? വാരിയെല്ലുകൊണ്ടാക്കിയ ഒരു മിഷ്കാത്ത്,
ആ മിഷ്കാത്തിനകത്താണ്, വിളക്ക് മാടത്തിനകത്താണ് വിളക്കുള്ളത്. നോക്കൂ, രണ്ടു തരം നൂറുൻ അലാ നൂർ. ഒന്ന് അകത്തുനിന്ന് പ്രകാശിക്കുന്നത്, ഒന്ന് പുറത്തുനിന്ന് പ്രകാശിക്കുന്നത്. അകത്തുനിന്ന് പ്രകാശിക്കുന്ന ആ ഇന്ധനമാണ്, ഒലിവ് ഓയിലാണ് അള്ളാഹുവിന്റെ ചാരത്തുണ്ടായിരുന്ന റൂഹ്. ഒരു ശിശു 40 ദിവസമാകുമ്പോൾ അള്ളാഹു ഒരു മലക്കിനെ പറഞ്ഞു വിടും. ആ മാലാകയാണ് അള്ളാഹു അവന്റെ റൂഹിനെ ആ ശരീരത്തിൽ ഊതുന്നത്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ശരീരത്തിലെ ഈ അള്ളാഹുവിന്റെ ചൈതന്യം, അള്ളാഹു നമുക്ക് ചോദിക്കാതെ തന്ന ഈ ജീവൻ, ആ ജീവനെ, ആ റൂഹിനെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാം, അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ കൊണ്ട് സജീവമാക്കിയാൽ അത് ഉള്ളിൽ നിന്നും പ്രകാശിക്കും. നമുക്ക് മാർഗദർശനം നൽകുന്ന പുറത്തുള്ള വിളക്കാണ് നമ്മുടെ ഖുർആൻ. അള്ളാഹു നൽകിയ ഈ എക്സാമ്പിൾ വളരെ സുതാര്യമായി നമുക്ക് അള്ളാഹു പറഞ്ഞു മനസ്സിലാക്കി തരുന്നു. ഇന്നലില്ലാഹി തആല ആനിയത്തുൻ മിൻ അഹ്ലിൽ അർള്. ഭൂമിയിൽ ജീവിക്കുന്നവരിൽ ചിലരിൽ അള്ളാഹുവിന്റെ വിളക്കുകൾ, പാത്രങ്ങൾ കാണാം. വഖുലൂബു, അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, വആനിയത്തു റബ്ബിക്കും ഖുലൂബു ഇബാദിഹി സാലിഹീൻ. നിങ്ങളുടെ റബ്ബിന്റെ പാത്രം എന്ന് പറയുന്നത് സാലിഹീങ്ങളായ ദാസന്മാരുടെ ഹൃദയമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. സച്ചരിതരായ സാലിഹീങ്ങളായ ദാസന്മാരുടെ ഹൃദയം ചില പാത്രങ്ങളാണ്. മാരിഫത്തിന്റെ, ആധ്യാത്മികതയുടെ പാത്രം. നോക്കൂ നിങ്ങൾ, ചിലരെ നമസ്കാരത്തിൽ കൃത്യനിഷ്ഠ, ഖുർആൻ ഓതുന്നതിൽ കൃത്യനിഷ്ഠ, പരമാവധി വുളൂഇൽ കഴിയുന്നു. നോക്കൂ, എപ്പോഴും ദിക്റും തസ്ബീഹും ദാനധർമ്മങ്ങളുമായി അവർ കഴിയുന്നു. അവരുടെ ഹൃദയം പ്രകാശിക്കുകയാണ്. അള്ളാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലൊരു ഹൃദയം ഈ വാരിയെല്ലിനകത്ത് അള്ളാഹു തആല പടച്ചവൻ സ്ഥാപിച്ച ഈ ഹൃദയം ഒരു പ്രകാശിക്കുന്ന വിളക്കായി സ്വന്തം പ്രകാശിക്കുകയും മറ്റുള്ളവർക്ക് പ്രകാശത്തിലേക്ക് നയിക്കാനും കാരണമാകുന്ന വാക്കുകളും പ്രവർത്തനങ്ങളും ചിന്തകളും കൊണ്ട് അള്ളാഹു നമ്മുടെ ഹൃദയത്തെ സജീവമാക്കി തരട്ടെ. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു ഇപ്രകാരം, വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസ്. അള്ളാഹു ജനങ്ങൾക്ക് വേണ്ടി അംസാലുകളെ, ഉദാഹരണങ്ങളെ ഉദാഹരിക്കുന്നു. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. ഇവിടെ സഹീഹായ ഒരു ഹദീസ് കാണാം, ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്നു. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുകയാണ്, ഇദാ ഖാമ മിനൽ ലൈൽ, മുത്തുനബി രാത്രി തഹജ്ജുദിനു വേണ്ടി എഴുന്നേറ്റാൽ, റസൂലുള്ളാഹി രാത്രി തഹജ്ജുദിന് വേണ്ടി എഴുന്നേറ്റാൽ അവിടെ നിന്ന് ആദ്യം എന്ത് പറയും? അല്ലാഹുമ്മ ലക്കൽ ഹംദ് അൻത നൂറുസ് സമാവാതി വൽ അർളി വമൻ ഫീഹിം വലക്കൽ ഹംദ് അൻത ഖയ്യൂമുസ് സമാവാതി വൽ അർളി വമൻ ഫീഹിന്ന. അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയും. നീ പ്രപഞ്ചത്തിന്റെ ലൈറ്റാണ്, നീ ആകാശഭൂമികളുടെ പ്രകാശമാണ്. വമൻ ഫീഹിം, ഈ പ്രപഞ്ചത്തിലുള്ള സമസ്ത ചരാചരങ്ങളുടെയും പ്രകാശമാണ് നീ. ലക്കൽ ഹംദ്, നിനക്കാണ് ഹംദ്, സ്തുതി. അന്ത ഖയ്യൂമുസ് സമാവാതി വൽ അർളി വമൻ ഫീഹിന്ന. ഈ സോളാർ സിസ്റ്റവും ഈ മിൽക്കി വേ ഗാലക്സിയും ഈ 2 ലക്ഷം കോടി ശാസ്ത്രം കണ്ടെത്തിയ 2 ലക്ഷം കോടി ഗാലക്സികളെയും, ഈ ഗാലക്സികളെല്ലാം അനന്തമായ ശൂന്യതയിലേക്ക് വികസിക്കുന്നു എന്ന് പറയുന്ന ഈ മഹാപ്രതിഭാസത്തിന്റെയും ഉടമസ്ഥൻ നീയാണ്. അന്ത ഖയ്യൂം, ഈ കോടാനുകോടി ഗോളങ്ങളെയും ഗ്രഹങ്ങളെയും തട്ടാതെ മുട്ടാതെ അതിന്റെ ഓർബിറ്റിലൂടെ നീന്തി ചലിപ്പിക്കുന്നവൻ നീയാണ് എന്ന് ഹബീബായ മുത്ത് പറയാറുണ്ടായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു.